വെള്ളിക്കുളങ്ങര വനവാസി കോളനിയിലെ കുട്ടികളുടെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പ്രാഥമിക നിഗമനം. മരത്തിൽ നിന്ന് വീണതിന്റെ ലക്ഷണങ്ങൾ ശരീരത്തിലുണ്ട്. സംശയിക്കാവുന്നതായ ഒന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടില്ല. മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഈ കുട്ടികളുടെ മരണം എന്ന് പറയുന്നത് അതൊരു ദുരൂഹതകൾ ഇല്ല എന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് നിഗമനങ്ങളൊക്കെ തന്നെ വരുന്നത്. പക്ഷേ മാർച്ച് 2-നാണ് ഇവർ ഇങ്ങനെ കാട്ടിലേക്ക് പോകുന്നത്. ഇത്രയും ദിവസം ഇതിലെന്താണ് പറ്റിയത് എന്നുള്ളൊരു കാര്യം ഇപ്പോഴും വെളിവായിട്ടില്ല. പക്ഷെ ദുരൂഹതകളൊന്നുമില്ല എന്നാണ് പ്രാഥമികമായിട്ട് പറയുന്നതും. എന്താണ് ഇതേപ്പറ്റി പോലീസും മറ്റ് അധികാരികളും ഒക്കെ തന്നെ പറയുന്നത്? രജനി, ഈ കുട്ടികളുടെ മരണത്തിൽ ദുരൂഹത ഇല്ലെന്ന് പറയാൻ കാരണം ഈ മരത്തിൽ നിന്ന് വീണതിന്റെ ലക്ഷണങ്ങൾ മാത്രമാണ് ദേഹത്ത് ഉള്ളത്. ഈ കുട്ടികളുടെ ശരീരത്തിലൊക്കെ, അതായത് നട്ടെല്ലിന് പൊട്ടലേറ്റിട്ടുണ്ട്. അതേസമയം ഈ സംശയിക്കതായി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഈ ദുരൂഹതകൾ ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് ഈ അധികാര വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം, ഈ അരുൺകുമാറിന്റെ മൃതദേഹത്തിന് 5 ദിവസത്തെ പഴക്കവും ഈ സജിക്കുട്ടന്റെ മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കവുമാണുള്ളത്. ഈ അരുൺകുമാർ ഈ മരത്തിന് മുകളിൽ നിന്നും വീണ് മരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ സജിക്കുട്ടനും മരത്തിന് മുകളിൽ നിന്നും വീണതാണെന്നാണ് നിഗമനം. ഈ തേൻ ശേഖരിക്കാൻ പോകവെയാണ് ഇത്തരമൊരു അപകടം ഉണ്ടായിരിക്കുന്നതെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇതിൽ ഈ അരുൺകുമാർ കിടന്നതിനും 500 മീറ്റർ ചുറ്റളവിലാണ് ഈ സജിക്കുട്ടൻ കിടന്നിരുന്നത്. ഈ സജിക്കുട്ടൻ അവിടെ നിന്നും ഇഴഞ്ഞു നീങ്ങിയതിന്റെ ലക്ഷണങ്ങളും അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇത് കാര്യം എന്ന് പറയുന്നത്, ഈ സജിക്കുട്ടൻ വീണതിന് ശേഷം ഈ നട്ടലിന് പൊട്ടലുണ്ടായി. അതിനുശേഷം അടുത്തുണ്ടായിരുന്ന ഒരു അരുവിയിലേക്ക് വെള്ളം കുടിക്കാനായി പോയതാണോ എന്നുള്ള സംശയമുണ്ട്. എന്നാലും 500 മീറ്റർ ചുറ്റളവിലായിരുന്നു ഈ സജിക്കുട്ടന്റെ മൃതദേഹം കിടന്നിരുന്നത്. ഇതിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ ഇപ്പോൾ പ്രാഥമികമായി കിട്ടിയിട്ടുള്ള വിവരം ദുരൂഹത ഇല്ല എന്നുള്ളതാണ്. എന്തായാലും കുട്ടികളുടെ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് കൂടെ അയച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് വരുന്ന ആ സമയത്താകും ഇത് കൃത്യമായും ഈ ഒരു മരണകാരണം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പോലീസിന്റെയും മറ്റ് അധികൃതരുടെയും ഒക്കെ പ്രാഥമികമായിട്ടുള്ള നിഗമനം ദുരൂഹത ഇല്ല എന്ന് തന്നെയാണ്. കുട്ടികളുടെ മൃതദേഹങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉച്ചയോടെയാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. അതിനുശേഷം വൈകിട്ടോടെ ഇന്ന് സംസ്കാര ചടങ്ങുകളും പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ 2-ാം തീയതി മുതലാണ് ഈ 2 കുട്ടികളെയും കാണാതായിട്ടുള്ളത്. 8-ഉം 15-ഉം വയസ്സുള്ള കുട്ടികളാണ്. ഇവരെ കാണാതായതിനു ശേഷം വീട്ടുകാരും അതുപോലെ ഊരിലെ ജനങ്ങളും ഒക്കെ അന്വേഷിച്ച് നടന്നിരുന്നു. ഒടുവിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പോലീസിന് പരാതി നൽകുന്നതും പോലീസും വനംവകുപ്പും സംയുക്തമായി നടത്തിയ തിരച്ചിലാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തുന്നതും. വെള്ളിക്കുളങ്ങര വനവാസി കോളനിയിലെ കുട്ടികളുടെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പ്രാഥമിക നിഗമനം. മരത്തിൽ നിന്ന് വീണതിന്റെ ലക്ഷണങ്ങൾ ശരീരത്തിലുണ്ട്. സംശയിക്കാവുന്നതായ ഒന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുമില്ല. ഇരു മൃതദേഹങ്ങളും അല്പസമയത്തിന് മുൻപ് സംസ്കരിക്കുകയും ചെയ്തു. എം മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.